ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ലാസ്റ്റ് നമ്മളിട്ട വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഒരു Q&A സെഷൻ പോലെ നടത്തിയത്. കാരണം നമ്മൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസിന് റിപ്ലൈ കൊടുക്കാമെന്ന് കമന്റ് സെക്ഷനിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസിന്. സോ നമ്മുടെ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഹോസ്റ്റൽ എസെൻഷ്യൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് കമന്റ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മാക്സിമം പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുമെന്ന് ചോദിച്ചായിരുന്നു, പക്ഷെ ഞാൻ കുറച്ച് ലേറ്റ് ആയപ്പോൾ ഐ എം റിയലി സോറി. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയുന്ന ഹോസ്റ്റൽ എസെൻഷ്യൽസ് ആണ്. സോ ഫസ്റ്റ് വേണ്ടത് നമുക്ക് കിടക്കാനൊരു കട്ടില്, ഇതാണല്ലോ ആദ്യത്തെ കാര്യം. സോ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ഹോസ്റ്റൽ ബെഡും വേണം, ഒരു പില്ലോ. പിന്നെ വേണ്ടിയത് ബെഡ്ഷീറ്റ്സ്. ഓഫ് കോഴ്സ് നമുക്ക് ഒരെണ്ണം പുതയ്ക്കാനും ഒരെണ്ണം നമുക്ക് ബെഡിൽ വിരിക്കാനും വേണ്ടി. പിന്നെ നമുക്ക് മെയിൻലി വേണ്ടത് NCERT ടെക്സ്റ്റ് ബുക്സ് ആണ്. 11th-ന്റെയും 12th-ന്റെയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ 6 ടെക്സ്റ്റ് +1 +2 ഫുൾ ടെക്സ്റ്റും നമ്മൾ ക്യാരി ചെയ്യണം. കാരണം NCERT നമുക്ക് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യത്തില്ല. അപ്പോൾ NCERTs നമ്മൾ ഏതായാലും ക്യാരി ചെയ്യണം. സോ പ്രൊഫസേഴ്സ് എടുക്കുന്ന ക്ലാസ്സിന്റെ നമ്മൾ നോട്ട്സ് എഴുതുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, പ്രാക്ടിക്കൽ ആയിട്ടുള്ളത് നമ്മൾ A4 സൈസ് പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ വലിയ ആൻസർ ഷീറ്റ്സ് ഇല്ലേ, അതിൽ നോട്ട്സ് എഴുതുന്നതാണ്, ലെക്ചർ നോട്ട്സ് എഴുതുന്നതാണ്. കാരണം ബുക്സ് എന്ന് പറഞ്ഞാൽ കുറേ ബുക്ക് ഉണ്ടാവും ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക്. പേപ്പർ ആകുമ്പോഴത്തേക്ക് ഓരോ ചാപ്റ്ററിനെയും കഴിയുമ്പോൾ നമുക്ക് പിൻ ചെയ്ത് വെക്കാം. സോ അതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. അപ്പം എല്ലാവരും A4 സൈസ് പേപ്പർ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് ചില റഫ് ഷീറ്റ്സ്, നമുക്ക് എഴുതി പഠിക്കാൻ പറ്റുന്ന ടൈപ്പ് പേപ്പേഴ്സ്. അതായത് നമുക്ക് ഈ 15 രൂപയ്ക്കൊക്കെ ബുക്ക് കിട്ടത്തില്ല, ചെറിയ കച്ചി ബുക്ക് എന്ന് പറയണേ, ആ ബുക്ക് കൊണ്ടുപോകുക. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ റഫ് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറച്ച് ബുക്സ്. അല്ലാതെ നമ്മൾ ഈ ഓരോ സബ്ജക്റ്റിനായിട്ട് ബുക്സ് വെക്കത്തില്ലേ, ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലെ എക്സാംസിന് തെറ്റുന്ന ക്വസ്റ്റ്യൻസ് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക്. അങ്ങനെ ഓരോ സബ്ജക്റ്റിനും ഓരോ ബുക്സ് വെക്കാം. പിന്നെ വേണ്ടിയത് പെന്ന്, പെൻസില്, ഹൈലൈറ്റേഴ്സ്. പിന്നെ വേണ്ട സ്റ്റേഷനറി സാധനങ്ങളൊക്കെ ഇല്ലേ, നമുക്ക് എന്തൊക്കെ വേണോ, ഹൈലൈറ്റേഴ്സ് അല്ലാണ്ട് മറ്റേ സ്കെച്ച് പെൻസ് വേണ്ടവരുണ്ടാവും, അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ട്സ് വേണ്ടവരുണ്ടാവും, അതൊക്കെ ക്യാരി ചെയ്യാം. പിന്നെ വേണ്ടത് അത്യാവശ്യം ഡ്രസ്സസ് ഹോസ്റ്റലിൽ ഇടാനും, അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സസിന് പോകുമ്പം ഇടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സ് കരുതുക. പിന്നെ എനിക്ക് തോന്നുന്നു ഹോസ്റ്റലിൽ ചെല്ലേണ്ട ടൈമിൽ നമ്മൾ 12th-ന്റെ മാർക്ക് ഷീറ്റ് കൊണ്ടുപോകേണ്ടി വരുമായിരിക്കും, ആധാറിന്റെ കോപ്പി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകേണ്ടി വരുമായിരിക്കും. അപ്പൊ അതും കൊണ്ടുപോകാൻ മറക്കണ്ട. പിന്നെ അതൊക്കെ ഹോസ്റ്റലിൽ നിന്ന് പറയും കേട്ടോ, നമ്മൾ ചെല്ലുന്നതിന് മുന്നേ എന്തൊക്കെ ക്യാരി ചെയ്യണം ഹോസ്റ്റലിലേക്കെന്ന് അവർ പറയും. അതല്ലാണ്ട് നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാരി ചെയ്യാൻ മറക്കരുത്. പിന്നെ വേണ്ടത് ബക്കറ്റ്, കപ്പ്, നമ്മൾ കുളിക്കാൻ നനയ്ക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള സംഭവം ബക്കറ്റ് വേണം. 2 ബക്കറ്റ് എടുക്കുക, പിന്നെ ഒരു കപ്പ്. പിന്നെ അതല്ലാതെ സോപ്പ് പൊടി, നമുക്ക് ആവശ്യമായിട്ടുള്ള ടോയ്ലറ്ററീസ് എല്ലാം എടുക്കുക. പിന്നെ അങ്ങനത്തെ ബ്രഷ്, പേസ്റ്റ്, അങ്ങനെ നമുക്കിന്നും വേണ്ടി വരുന്ന സാധനങ്ങളെല്ലാം ക്യാരി ചെയ്യണം. പിന്നെ വേണ്ടി വരുന്നത് വാട്ടർ ബോട്ടിൽ, എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. വെള്ളം കുപ്പി കൊണ്ടുപോകാതെ ആരും പോകരുത്. കാരണം നമുക്ക് ഹോസ്റ്റലിലാകുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ എടുത്ത് വെക്കണമല്ലോ, എപ്പോഴും വെള്ളം എടുക്കാൻ പോകുന്ന പാടായിരിക്കും. അപ്പം ഹോസ്റ്റലിലാണെങ്കിലും എവിടെയാണെങ്കിലും വാട്ടർ ബോട്ടിൽ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. വേറെ എന്ത് കൊണ്ടുപോകാൻ പറഞ്ഞാലും വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാൻ മറക്കരുത്. പിന്നെ വേണ്ടത് ഫയൽ, നമുക്ക് നോട്ട്സ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഫയല്, അതുപോലെ സ്റ്റേപ്ലർ, പിന്നെ നമ്മുടെ പേപ്പർ ഹുക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ക്യാരി ചെയ്യണം. പിന്നെ വേണ്ടത് ടവൽസ്, അങ്ങനെ ഡ്രസ് മെറ്റീരിയൽസ്, അങ്ങനെ കുറെ. പിന്നെ പ്ലേറ്റ്, ഗ്ലാസ്, കഴിക്കാൻ വേണ്ടി വരുന്ന സ്പൂണ്, പിന്നെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് വെക്കാൻ 2 കണ്ടെയ്നർ, അങ്ങനെ എന്തെങ്കിലും. പിന്നെ ആവശ്യമായിട്ടുള്ള മെഡിസിൻസ്, പാരസെറ്റമോൾ, പിന്നെ തുമ്മലൊക്കെ ഉള്ള ആൾക്കാർ, അലർജീസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ സിട്രസിനോ അങ്ങനെ എന്തെങ്കിലും ടാബ്ലറ്റ്സ് അത്യാവശ്യം വേണ്ടി. പിന്നെ മൂവ്, ചിലപ്പോൾ ഷോൾഡർ പെയിൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അതിന് വേണ്ടി വരുന്ന മൂവ്, വൊളീനി, അങ്ങനത്തെ എന്തെങ്കിലും മരുന്നുകളൊക്കെ ചെറിയതായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. ഒത്തിരി ഒന്നും കൊണ്ടുപോകണ്ട. അവിടെ അടുത്ത് മെഡിക്കൽ സ്റ്റോറൊക്കെ കാണും, എന്നാലും അവിടെ ക്യാമ്പസിൽ തന്നെ കാണും. എന്നാലും ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരസെറ്റമോളും ഡോളോ അങ്ങനത്തെ കുറച്ച് മരുന്നൊക്കെ ക്യാരി ചെയ്യുക. പിന്നെ ഗേൾസ് ആണെങ്കിൽ ഹോട്ട് വാട്ടർ ബാഗ് ക്യാരി ചെയ്യുക. കാരണം വയറുവേദനയൊക്കെ ഉണ്ടാവുന്ന ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഹോട്ട് വാട്ടർ ബാഗ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടി വരുന്ന സാധനങ്ങൾ, ഇപ്പം സാനിറ്ററീസ് ഒക്കെ, ഇപ്പം ഗേൾസ് ആണെങ്കിൽ കുറെ കാര്യം കാണുമല്ലോ, സ്കിൻ കെയർ, ഫേസ് വാഷ്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ. അതൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ക്യാരി ചെയ്യുക. കാരണം നമ്മൾ ഒരു വർഷം അവിടെ നിൽക്കാൻ പോകുന്നതാണല്ലോ. അപ്പം നമുക്ക് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ക്യാരി ചെയ്യാൻ മറക്കരുത്. ഞാൻ ഏകദേശം എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ക്യാരി ചെയ്താൽ മതി എന്നാണ്. പിന്നെ ഞാൻ പറയാന്ന് വെച്ചാല് നമ്മുടെ ഈ സ്റ്റോറേജ് ബോക്സസ് ഇല്ലേ, ഈ നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടും
ബക്കറ്റ് പോലത്തെ ചെറിയ ബോക്സസ്, ഈ നമുക്ക് കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ബക്കറ്റ് പോലത്തെ ബോക്സസ് കാണാം. അതിന്റെ ഞാൻ ഫോട്ടോ വല്ലതും സൈഡിൽ കൊടുത്തേക്കാം. അപ്പം അങ്ങനത്തെ കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ടേബിൾ ലാമ്പ് വേണ്ട ആൾക്കാർ, രാത്രി നിന്ന് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ റൂംമേറ്റ്സിന് ഡിസ്റ്റർബൻസ് ആകാത്ത രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ടേബിൾ ലാമ്പ് ക്യാരി ചെയ്യാം. അത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒന്നും അലോ ചെയ്യത്തില്ല ഹോസ്റ്റൽസിൽ. അയൺ ബോക്സസ്, സ്ട്രെയിറ്റ്നേഴ്സ്, ഡ്രയേഴ്സ്, അതും എല്ലാ ഹോസ്റ്റലിലും അലോ ചെയ്യത്തില്ല. ചില ഹോസ്റ്റൽസിൽ അലോ ചെയ്യുമായിരിക്കും. അത് നിങ്ങളുടെ ഹോസ്റ്റലിൽ വിളിച്ച് ചോദിച്ചിട്ട് കൊണ്ടുവന്നായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ തുണി നമ്മൾ ഉണക്കാനിടുമ്പം കുത്തുന്ന ക്ലിപ്പ്, അതൊക്കെ കൊണ്ടുപോകണം. അങ്ങനത്തെ കുറച്ച് ഡെയിലി യൂസ് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം. നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം. പക്ഷെ ഒത്തിരി തുണികളൊന്നും വലിച്ചു വാരി കെട്ടിക്കൊണ്ട് പോകണ്ട. കാരണം വീട്ടിൽ ഹോസ്റ്റലിൽ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ് ഒക്കെ കുറച്ച് മതി. ക്ലാസ്സിൽ പോകുമ്പം അത്യാവശ്യം ക്ലോത്ത്സ് ഒക്കെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അവസാനം അവിടെ അടുത്ത് കടകളൊക്കെ കാണും, പക്ഷെ എന്നാലും കൊണ്ടുപോകുന്ന എല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ എല്ലാ സാധനവും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്ത ഞാൻ ഇനി എന്തെങ്കിലും വിട്ട് പോയിട്ടുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. പിൻ ചെയ്തിട്ടേക്കാം കമന്റ് എന്തെങ്കിലും വിട്ട് പോയിട്ടുണ്ടെങ്കിൽ. അപ്പം ഇത്രയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് ഉണ്ട്, കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഴയത്താണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ എരപ്പ് പോലെ കാണും. അതൊന്നും മൈൻഡ് ആക്കരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്രയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഷോർട്ടാക്കി ചെയ്താണ്, കാരണം ഒത്തിരി ലെങ്ത് ആയി കഴിയുമ്പോഴത്തേക്ക് അത്രയും ടൈം കൺസ്യൂമിങ് ആകുമ്പം കുറച്ച് ടഫായിരിക്കും കണ്ടു തീർക്കാൻ വേണ്ടി. അപ്പം ഞാൻ ഷോർട്ട് ആക്കിയിട്ടുണ്ട്. മാക്സിമം ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇപ്പോൾ ഹോസ്റ്റലിലേക്കൊക്കെ പോകാൻ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്യുക. ഒത്തിരി പേർക്ക് ഇത് ഹെൽപ്ഫുൾ ആവും. എന്തെങ്കിലും ഫീഡ്ബാക്ക് ആൻഡ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ത്രൂ മൈ ഇൻസ്റ്റാഗ്രാം. താങ്ക് യു സോ മച്ച്.